ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നീനെ കുറിച്ചാണ്. ഈ ചട്നി അരയ്ക്കാനായിട്ട് തേങ്ങ അരയ്ക്കോ അല്ലെങ്കിൽ തക്കാളി ഉള്ളി വഴട്ടോ അങ്ങനത്തെ ഒരു പണിയുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒരു ചട്നിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 10-25ഓളം ചെറിയ ഉള്ളി എടുത്ത് തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് അത് നമ്മുടെ ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ഒരു 1-2 എണ്ണമെങ്കിലും ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് അതിന് കിട്ടുള്ളൂ. ഞാനൊരു 5-6 എണ്ണം എടുത്തിട്ട് അതും ഇതേമാതിരി തന്നെ ഇടികളിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിയും ചതച്ചെടുത്തു, വെളുത്തുള്ളിയും ചതച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും എടുത്ത് അതൊന്ന് ചതച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും 3 ഐറ്റം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിന് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാമ്പാർ പൗഡറാണ്. സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഇപ്പോൾ ഇത് വെറുതെ പൊടിയായിട്ടിരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് ഇതിലേക്ക് ഒരു തവി നല്ലെണ്ണ നല്ലോണം ചൂടാക്കിയത് ഒഴിക്കുന്നുണ്ട്. ഒഴിക്കുമ്പോൾ ഇങ്ങനെ തിളച്ചതായിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിക്കോളും. അങ്ങനെ ഞാനിതിങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ്. ഇതിനധികം പുളിയില്ല, അപ്പോൾ പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ ഉപ്പും പുളിയും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ല ഉണ്ടാക്കിയത്, ഒരു 2 നിമിഷം മതി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.